നാരായണ നാരായണ നാരായണ. ഓം ശ്രീമന് നാരായണീയം. ദശകം 38. 6 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തത്. 7ാമത്തെ ശ്ലോകം ഇപ്പോൾ പാരായണം ചെയ്യണു. മാത്രാച്ച നേത്ര സലിലാസ്തൃതഗാത്രവല്യ സ്തോത്രൈരഭിഷ്ടുത ഗുണ കരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാദധിത മാനുഷബാലവേഷം. നേത്ര സലിലാസ്തൃത ഗാത്രവല്യ, നേത്രത്തിൽ നിന്നുണ്ടായ സലിലം, വെള്ളം, ആ കണ്ണുനീര് കൊണ്ട് മൂടിയതായിട്ടുള്ള ശരീരത്തോടു കൂടിയ, അപ്പോൾ ഒന്നും കാണാനില്ല ദേവകിക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കണ്ണ് അങ്ങോട്ട് നിറഞ്ഞു. ഈ കണ്ണ് നിറഞ്ഞതായിട്ടുള്ള ആ അമ്മ തൻ്റെ നേത്രങ്ങളെ കൊണ്ട് ഒന്നും കാണുന്നില്ല. അങ്ങനെയുള്ളൊരു ശരീരത്തോട് കൂടിയിട്ട് മാത്രാച്ച സ്തോത്രൈഹി, ആ മാതാവായിട്ടുള്ള ദേവകി ഭഗവാനെ സ്തോത്രൈഹി അഭിഷ്ടുത ഗുണ, നന്നായിട്ട് തന്നെ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു. ഭഗവാൻ ചെയ്ത കാരുണ്യങ്ങൾ എന്തൊക്കെയാണ്, ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്, അതാണ് ഗുണം. ആ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് നന്നായിട്ട് സ്തുതിച്ചു. കരുണാലയ, അപ്പോൾ കാരുണ്യത്തിന് ഒരു വലിയൊരു വീട്, കാരുണ്യം വീടാക്കിയ ഒരു ഭാവം, അതാണ് കരുണാലയൻ. അങ്ങനെയുള്ള വാതാലയേശൻ, കരുണാലയേശൻ, അങ്ങനെയല്ലേ, അതിൻ്റെയൊക്കെ സ്വാമിയാണ്. കാരുണ്യം ഒരു വലിയ കാരുണ്യം ഭഗവാനിൽ നിന്ന് വന്നേ ഉള്ളൂ, ബാക്കിയുള്ള ആർക്കായാലും. അപ്പം അങ്ങനെയുള്ള കരുണാലയനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് താഭ്യാം, ഈ 2 പേരോടും, താഭ്യ എന്നുള്ളത് അച്ഛനമ്മമാരോട്, മാതാപിതാക്കളോട്, പ്രാചീന ജന്മയുഗളം, കഴിഞ്ഞു പോയിട്ടുള്ള 2 ജന്മങ്ങളെക്കുറിച്ച് പ്രതിബോധ്യ, അറിയിച്ചു. ആദ്യത്തെ ജന്മത്തിൽ പൃശ്നിഗർഭൻ എന്ന പേരിൽ, സുതപസ്സിന് പൃശ്നിക്ക് ഉണ്ടായ ഉണ്ണിയായിട്ട് ഭഗവാൻ അന്ന് പൃശ്നിഗർഭൻ എന്ന പേരിലാണ് ഉണ്ടായിരുന്നത്. പിന്നത്തെ ജന്മത്തിൽ സുതപസ് കശ്യപനായി, പൃശ്നി ഈ അതിഥിയായി. അപ്പം അതിൽ വാമനനായിട്ടാണ് അവതാരം ചെയ്തത്. പിന്നീട് രാമായണ കാലത്ത് ഈ കശ്യപനാണ് ദശരഥനായത്, കൗസല്യയായത് അതിഥിയാണ്. അപ്പം അതിനുശേഷം വസുദേവരായതും ഈ കശ്യപൻ തന്നെയാണ്, ദേവകിയായത് ഈ അതിഥി തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ 2 ജന്മം പറഞ്ഞു എന്ന് ഇതിൽ പറഞ്ഞു, ഭാഗവതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാ. പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യ, അത് ഭഗവാൻ അറിയിച്ചു. എന്നിട്ടോ മാതുർഗിര, അമ്മയുടെ വാക്കിനാൽ മാനുഷബാലവേഷം ദധീത, അവിടെ ആ സ്തുതിയുടെ ഒടുക്കം പറയുന്നുണ്ട്, അങ്ങയുടെ ഈ ചതുർബാഹു വിഷ്ണു സ്വരൂപത്തെ കംസന് കാണിച്ചു കൊടുക്കണ്ട. മാത്രമല്ല ഈ മാംസചക്ഷുസിനെ കൊണ്ട് കംസൻ അങ്ങയെ കാണണ്ട. ഒരു പക്ഷേ അങ്ങയെ എന്തെങ്കിലും അപായപ്പെടുത്തിച്ചാലോ. വിഷ്ണു സ്വരൂപത്തെ കണ്ടിട്ടാണ് ദേവകി അത്രയും പുത്രവാത്സല്യായിപ്പോയി. അതുകൊണ്ടാ ഇവിടെ അവതാരം ചെയ്തത് തന്നെ കംസനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതറിയും ചെയ്യാം. എന്നാലും ശരി, അങ്ങനെയാണ് പുത്രവാത്സല്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പറഞ്ഞു ഭഗവാനോട്, അങ്ങ് പ്രാകൃത ശിശുവായിട്ട് വരണേ എന്ന്. അപ്പോൾ ഉണ്ണിയായിട്ട് കിട്ടിയാൽ തനിക്ക് കിട്ടുന്ന നിരീക്ഷിച്ചത്. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ഉണ്ണിയായിട്ട് ഞാൻ വരികയൊക്കെ ചെയ്യാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ എന്നെ അമ്പാടിയിലേക്ക് കൊണ്ടാക്കണം. അവിടെ നന്ദഗോപർക്കും യശോദയ്ക്കും ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ, എന്നാൽ എൻ്റെ സുരക്ഷ അവിടെ കഴിഞ്ഞോളും. ഒരു കുട്ടികളെ മാറ്റാനുള്ള ഒരു ഉപദേശം കൊടുക്കുകയുണ്ടായത്. അപ്പോൾ ദേവകി വിചാരിച്ചു, എന്നാൽ പെൺകുട്ടിയെ കിട്ടുമല്ലോ എന്ന്. അതുകൊണ്ടായില്ല. അതിനെയാണ് ആ കംസൻ കൊണ്ടുപോയത് കൊല്ലാനായിട്ട്. അപ്പോഴാണ് ആകാശത്തേക്ക് പോയത്. അപ്പോൾ ആ കുട്ടിയെ കിട്ടിയില്ല. അങ്ങനെ ഈ 6 കുട്ടികളെ വരെ കൊന്നു. 7ാമത്തെ കുട്ടി അലസിപ്പോയി. 8ാമത്തെ കുട്ടിക്ക് ഉണ്ടാവാൻ പോകുന്ന കാര്യം ഇങ്ങനെയാണ്. എന്നാലും ശരി, ഇത് അമ്മയ്ക്കൊക്കെ അറിയാം കേട്ടോ, വാസുദേവർക്കും അറിയാം, ദേവകിക്കും അറിയാം. പക്ഷെ എന്നാലും പറഞ്ഞു, അങ്ങ് ഈ വിഷ്ണു സ്വരൂപത്തെ കംസന് കാട്ടിക്കൊടുക്കണ്ട, അങ്ങ് പ്രാകൃത ശിശുവായിട്ട് മാറണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ അത് അമ്മയുടെ വാക്ക് അതേപോലെ തന്നെ പ്രാകൃത ശിശുവായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് മാതൃസ്തന്യം കുടിക്കുകയും ചെയ്തു.
നേത്ര സലിലാസ്തൃത ഗാത്രവല്യ. കണ്ണുനീര് കൊണ്ട് കണ്ണ് മൂടിക്കഴിഞ്ഞപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയുള്ള ശരീരത്തോടു കൂടിയ ആ മാത്രാച്ച, ആ ദേവകി കൂടി, അമ്മ കൂടി എന്നാണ്. അവിടെ അച്ഛൻ സ്തുതിച്ചു. 6-ാമത്തെ ശ്ലോകത്തിൽ അച്ഛൻ്റെ സ്തുതിയെക്കുറിച്ചാണ് പറഞ്ഞത്. 7-ാമത്തെ ശ്ലോകത്തിൽ അമ്മ സ്തുതിച്ചു എന്ന് പറഞ്ഞു. സ്തോത്രൈഹി അഭിഷ്ടുത ഗുണ, എല്ലാവരാലും വരിക്കപ്പെട്ടതായിട്ടുള്ള ഗുണഗണങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ദേവകി ദേവി സ്തുതിച്ചത്. ഭക്തന്മാരെ അനുഗ്രഹിച്ച ലീലകളെ പറഞ്ഞിട്ടാണ് ദേവകി ദേവി സ്തുതിച്ചത്. ആത്മതത്വത്തെ പറഞ്ഞുകൊണ്ടാണ് വസുദേവരെ സ്തുതിച്ചത്. അതിനുശേഷം കാരുണ്യമൂർത്തിയായിട്ടുള്ള കരുണാലയഃ ത്വം, ആ കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനെ അങ്ങ്, താഭ്യാം, ആ അച്ഛനോടും അമ്മയോടും, പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യ, ഇതിനു മുന്നേ നിങ്ങൾക്ക് ഞാൻ പുത്രനായിട്ട് 2 ജന്മത്തിലുണ്ടായിട്ടുണ്ട്. അത് അറിയിച്ചതിൻ്റെ ശേഷം അമ്മയുടെ വാക്ക് കേട്ടു. മാതുർഗിര, പിന്നെ മാനുഷബാലവേഷം, പ്രാകൃത മനുഷ്യൻ്റെ ശിശുവിൻ്റെ ആ രൂപത്തിൽ ഭഗവാൻ മാറുകയും ചെയ്തു. ദധീത, അത് സ്വീകരിച്ചു. മാത്രാച്ച നേത്ര സലില ആസ്തൃത ഗാത്രവല്യ സ്തോത്രൈഹി അഭിഷ്ടുത ഗുണ കരുണാലയ ത്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യ താഭ്യാം മാതുർഗിര ദധീത മാനുഷ ബാലവേഷം. ഇനി 8-ാമത്തെ ശ്ലോകം. ത്വൽപ്രേരിതസ്തദനു നന്ദതനൂജയാ തേ വ്യത്യാസമാരചയിതും സഹി ശൂരസൂനു ത്വാം ഹസ്തയോരഥിത ചിത്തവിധാര്യമാര്യൈഹി അംഭോരുഹസ്ഥ കളഹംസ കിശോരരമ്യം. അതിനുശേഷം ഭഗവാന്റെ ഈ വാക്കുകളൊക്കെ കേട്ടതിന് ശേഷം ഭഗവാൻ പ്രാകൃത ശിശുവായിട്ട് ആ ദേവകി ദേവിയുടെ സ്തന്യം കുടിച്ചതിന് ശേഷം ത്വൽ പ്രേരിത, ഭഗവാനാൽ പ്രേരിക്കപ്പെട്ടുകൊണ്ട്, സഹാശൂരസൂനു, ആ വസുദേവര്, നന്ദതനൂജയ, നന്ദഗോപരുടെ പുത്രിയാൽ, തേ, അങ്ങേക്ക്, വ്യത്യാസം, അതായത് ഈ ഉണ്ണിയെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ പ്രസവിച്ച് കിടക്കുന്ന ഈ യശോദയുടെ പുത്രി പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതാണ് തേ വ്യത്യാസം ആര ചെയ്തും, ഈ സ്ഥാനമാറ്റം വ്യത്യാസം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, ആര്യൈഹി, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ജനങ്ങളാൽ, ചിത്തവിധാര്യ, ഹൃദയത്തിൽ ധരിക്കപ്പെടേണ്ടതായിട്ടുള്ള ത്വാം, അങ്ങയെ, അംഭോരുഹസ്ഥ, താമരയിൽ സ്ഥിതി ചെയ്യുന്ന കളഹംസ കിശോരരമ്യം, അരയന്നത്തിൻ്റെ ശിശു എന്ന വണ്ണം മനോഹരമായി. എത്രത്തോളം ആ കിശോരഭാവം, രമ്യഭാവം, കളഹംസഭാവം, അപ്പോൾ അരയന്നത്തിൻ്റെ ശിശു പോലെ അതീവ രമ്യമായിട്ട് സന്തോഷം ജനിപ്പിക്കുന്ന രീതിയിൽ കിശോരനായിക്കൊണ്ട് ഹസ്തയോഹോ അഥിത, ആ വസുദേവരുടെ കൈകളിൽ എത്തിച്ചേർന്നു. വസുദേവർ കൈകൊണ്ട് കുട്ടിയെ എടുത്തു, ഉണ്ണിയെ എടുത്തു എന്ന് സാരം. അപ്പോൾ ഈ വാക്കുകൾ കേട്ടതിന് ശേഷം ഭഗവാന്റെ പ്രേരണയ്ക്കനുസരിച്ച് വസുദേവർ നന്ദഗോപരുടെ പുത്രിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ജനങ്ങളാൽ ആദരിക്കപ്പെടാൻ വേണ്ടിയിട്ട്, ഹൃദയത്തിൽ എന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനായിട്ടുള്ള ഈ ശ്രീകൃഷ്ണനെ ബാലലീല തൊട്ടുള്ള കാര്യങ്ങൾ 11 വയസ്സ് വരെ അമ്പാടിയിലാണ് ചെയ്യേണ്ടത്. അത് നന്ദഗോപരുടെയും യശോദരെയും സമീപത്ത് ഗോപന്മാരുടെയും ഗോപികളുടെയും പശുക്കളുടെയും നടുക്ക് ചെയ്യേണ്ടതാ. വൃന്ദാവനത്തിൽ, യമുനാ പുളിനത്തിൽ ചെയ്യേണ്ടതാ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ചെയ്യുമ്പോൾ എല്ലാവരുടെ ഹൃദയത്തിലും കയറി ചെല്ലും ഭഗവാൻ. അപ്പോൾ ആ ഭഗവാനെ എല്ലാ ഹൃദയത്തിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് നന്ദഗോപര്, ഈ വസുദേവര് ഈ ഉണ്ണിയെടുത്തു. അത് താമരയിലയിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള അരയന്നത്തിൻ്റെ കുട്ടി എന്ന പോലെ ഭഗവാന്റെ അച്ഛനാകുന്ന വസുദേവരുടെ കയ്യിൽ ഈ ഉണ്ണി അതീവ മനോഹരമായിട്ട് ഒരു ചെറിയ കുട്ടി എന്ന നിലയ്ക്ക് കാണപ്പെട്ടു. ഹസ്തയോഹോ അധീത, ആ കൈകളിൽ വാരിയെടുത്തു. അപ്പോൾ ഒരു ചേമ്പിൻ്റെ ഇലയിൽ അല്ലെങ്കിൽ ഒരു താമരയുടെ ഇലയിൽ ഈ ഉണ്ണി ഒരു അരയന്നത്തിൻ്റെ കുട്ടി കിടക്കണ പോലെ കിടന്നു എന്നാണ്. അപ്പോൾ താമര കയ്യാണ് ആരുടെ, ഈ വസുദേവരുടെ എന്ന് സാരം. അതാണ് ത്വൽ പ്രേരിതസ്തദനു നന്ദതനൂജയാ തേ വ്യത്യാസം ആരചയിതും സഹി ശൂരസേനു ത്വാം ഹസ്തയോഹോ അഥിത ചിത്തവിധാര്യമാര്യൈഹി.
അംഭോരുഹസ്ഥ കളഹംസ കിശോരരമ്യം. ഇനി 9ാമത്തെ ശ്ലോകം. ജാതാ തദാ പശുപസദ്മനിയോഗനിദ്ര നിദ്രാവിമുദ്രിതമഥാകൃത പൗരലോകം ത്വൽപ്രേരണാൽ കിമിഹ ചിത്രമചേതനൈര്യദ്വാരൈः സ്വയം വ്യഘടി സംഘടിതൈः സുഗാഢം. അഥ തദാ പശുപസത്മനി ജാതാ യോഗനിദ്ര ത്വൽപ്രേരണാത് പൗരലോകം നിദ്രാവിമുദ്രിതം ആകൃത ഇഹ കിം ചിത്രം യത് സുഗാഢം സംഘടിതൈः അചേതനൈः ദ്വാരൈः സ്വയം വ്യഘടി. അതിനുശേഷം ഭഗവാൻ അപ്പോൾ തന്നെ ഈ ഉണ്ണിയെടുത്തുകൊണ്ട് നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, നന്ദഗോപരുടെ ഗൃഹത്തിൽ ജനിച്ചതായിട്ടുള്ള ഈ യശോദയുടെ പുത്രി യോഗനിദ്രയായിട്ടുള്ള മായാദേവി നന്ദജ ഭഗവാന്റെ പ്രേരണ കൊണ്ട് എല്ലാവരെയും, പൗരന്മാരെ വെച്ചാൽ മൊത്തം, നിദ്ര കൊണ്ട് അങ്ങോട്ട് ഉറക്കി നിശ്ചലരാക്കി തീർത്തു. ഇതിലിപ്പോൾ എന്താ അത്ര അത്ഭുതപ്പെടാനുള്ളത്? ഇഹ കിം ചിത്രം യത്. ഈ കാരണം എന്താ? കൂടുതൽ അടുത്ത് ചേർക്കപ്പെട്ടതായിട്ടുള്ള ജീവനില്ലാത്ത വാതിലുകളാൽ താനേ തുറക്കപ്പെട്ടു. അതും കൂടി സംഭവിച്ചു എന്നതാണ്. ചേതനങ്ങളൊക്കെ അചേതനങ്ങളായി, അചേതനങ്ങളൊക്കെ ചേതനങ്ങളായി. അവിടെ സംഭവിച്ചത് അതാ. ജീവനുള്ളവരൊക്കെ പാറാവുകാരെ തൊട്ടുള്ള ഓരോരുത്തരും ഉറങ്ങിപ്പോയി, നിശ്ചലാവസ്ഥ. അതേപോലെ ഇവിടെ ചലിക്കേണ്ടതായിട്ട് ചില സാധനങ്ങളുണ്ട്. അത് അടച്ചു കിടക്കണ വാതില്, കൂട്ടിയിട്ട ചങ്ങല, ഇതൊക്കെ ചലിക്കണം ആ സമയത്ത്. അപ്പോൾ ആരെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. അത് മായാഭഗവതി നേരിട്ട് ചെയ്തു. അതേപോലെ തന്നെ ഒഴുകിപ്പോകുന്നതായിട്ടുള്ള ഈ നദി, അങ്ങോട്ട് കടക്കാൻ സ്ഥലം വഴി വേണ്ടേ? അവിടെ ഇപ്പോൾ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഒഴുകുന്ന നദിയെ നിശ്ചലമാക്കി തീർത്തു. പിന്നെ ഒഴുകാണ്ടായപ്പോൾ ആ താഴത്ത് ഇങ്ങനെ നെരിയാണിക്കുള്ള വെള്ളം പോലും ഉണ്ടായില്ല എന്നാ. അങ്ങനെ നടന്നിട്ട് അങ്ങോട്ട് പോയി. ഈ പുഴ അങ്ങോട്ട് കടന്നു. അത് എത്ര വേഗം, നിമിഷ നേരം കൊണ്ട് അവിടെ എത്തുകയും ചെയ്തു. എങ്ങനെ എത്തി അറിയില്ല. അതൊക്കെ ഭഗവാന്റെ ലീലയാണ്. ഏതായാലും ഇങ്ങനെ അചേതനങ്ങളെയൊക്കെ ചേതനങ്ങളാക്കി, ചലിക്കുന്നതിനെയൊക്കെ നിശ്ചലമാക്കി, ചേതനങ്ങളെയൊക്കെ അചേതനമാക്കി, ഇങ്ങനെ ഭഗവാന്റെ ഒരു ലീലയ്ക്കനുസരിച്ച് ഈ ഉണ്ണിയുടെ മാറ്റം, കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരല്, ഉണ്ണിയെ അങ്ങടാക്കലും കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടലും ഇതേപോലെയാണ് നടന്നത്. അഥ തഥാ പശുപസദ്മനി ജാത യോഗനിദ്ര ത്വത് പ്രേരണാത് പൗരലോകം നിദ്രാവിമുദ്രിതം. നിദ്രാവിമുദ്രിതം, നിദ്ര കൊണ്ട് നിശ്ചലമാക്കി തീർത്തു. നിദ്രാവിമുദ്രിതം ആകൃത ഇഹ കിം ചിത്രം യത് സുഗാഠം സംഘടിതൈഃ അചേതനൈഃ ദ്വാരൈഃ സ്വയം വ്യഘടി. ഘടിപ്പിച്ചു എന്നല്ല, വ്യഘടി, ഘടിപ്പിക്കലിന് എതിരെ, അതാണ് വ്യഘടി. വിഘടനം ചെയ്തു എന്നർത്ഥം, വേറെയാക്കി എന്നർത്ഥം. പക്ഷെ വാതിലൊക്കെ തുറന്നു എന്നർത്ഥം. കാരാഗ്രഹത്തിലെ ചങ്ങലയൊക്കെ താനെ അഴിഞ്ഞു. ജാതാ തദാ പശുപസദ്മനി യോഗനിദ്ര നിദ്രാവിമുദ്രിതം അഥാകൃത പൗരലോകം ത്വൽപ്രേരണാൽ കിം ഇഹ ചിത്രം അചേതനൈഃ യത് ദ്വാരൈഃ സ്വയം വ്യഘടി സംഘടിതൈഃ സുഗാഠം. അപ്പോൾ എപ്രകാരത്തിലാണോ ഭഗവാന്റെ ലീല മുഴുവൻ ഈ കുഞ്ഞിനെ മാറ്റുന്ന സമയത്ത് ഇങ്ങനെ ചേതനം അചേതനമായി നിശ്ചലം ചലിച്ചു, നേരെ തിരിച്ചും ഒക്കെ ഉണ്ടായത്, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സകല കാര്യങ്ങൾ എങ്ങനെയാണ്? സാത്വികം മുഴുവനെ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ഈ ഭഗവാന്റെ അടുത്തേക്ക് ചീത്ത കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് അതൊക്കെ ഇല്ലാണ്ടേക്കും ഭഗവാൻ. ഭഗവത് സാന്നിധ്യം കൊണ്ട് ഈ ചീത്തകളൊക്കെ ഒന്നുകിൽ നശിക്കും, അല്ലെങ്കിൽ ഭഗവാങ്കൽ ലയിക്കും. നശിച്ചിട്ട് ഭഗവാങ്കൽ ലയിക്കും, അതല്ലാച്ചാൽ ശുദ്ധമായിട്ട് തീരും. ഇങ്ങനെയാണ്. ഇനി 10ാമത്തെ ശ്ലോകം. ശേഷേണ ഭൂരി ഭണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമപ്രദസ്ഥേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. അഥ ത്വാം. അപ്പം അതിനുശേഷം ഭഗവാനെ അങ്ങ് ധാരയൻ, ധരിക്കുന്നതായിട്ടുള്ള, ധന്യതമഹ, ഏറ്റവും ധന്യനുമായിട്ടുള്ള, സഹ ഖലു, ആ വസുദേവരാകട്ടെ. അതായത് ഇവിടെ കയ്യിൽ ഉണ്ണിയായിട്ട് കിടക്കുകയാണ് ഭഗവാൻ. വസുദേവരാണ് ഈ ഉണ്ണിയെ എടുത്തിരിക്കുന്നത്.
അപ്പോൾ വസുദേവരെ എടുത്തതായിട്ടുള്ള ഉണ്ണിയെ, ഈ ഭഗവാനെ, ആ ഭഗവാനാവട്ടെ മണിദീപിതേന രത്നങ്ങളുടെ ശോഭ കൊണ്ട് പ്രകാശിക്കുകയാണ്. ഭൂരി ഫണി വാരിത വാരിണ, അനേകം പത്തികളുള്ളതായിട്ടുള്ള ഈ അനന്ത ഭഗവാന്റെ 1000 പത്തികളിലുള്ള ഓരോ പത്തിയിലും ഒരു രത്നാണോ ഉള്ളത്, കൂടുതലുണ്ടോ അതറിയില്ല, ഏതായാലും 1000 രത്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ രത്നങ്ങളുടെ ഈ സ്വയം പ്രകാശിത പ്രകാശം, കാർമേഘം മുകളിലുണ്ട്, ചാറ്റൽ മഴയുണ്ട്, അഷ്ടമി ചന്ദ്രനാണ്, അതിനെ മേഘം കൊണ്ട് മറയ്ക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടാണ്, കൂരിരുട്ടാ. അപ്പോഴാണ് ഈ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഭണം വിടർത്തി അനന്തൻ പിന്നിൽ. അപ്പോൾ തലയ്ക്ക് മീതെ അനന്തൻ്റെ തല, 1000 തലയുണ്ട്. ആ തലയിൽ ഓരോന്നിലും ഈ രത്നമുണ്ട്. ആ രത്നം സ്വയം പ്രകാശിക്കുന്നു. അപ്പോൾ ടോർച്ചടിച്ച പോലെയായി, എല്ലാ ദിക്കിലും നല്ല പ്രകാശം. ഇപ്പോൾ വഴി കാണാനും പ്രയാസമില്ല, മഴ ഇട്ട് കൊള്ളണമില്ല. അങ്ങനെ ശേഷേണ സ്വൈരം, ഈ ആദിശേഷനാൽ നയിക്കപ്പെട്ടുകൊണ്ട് യഥേഷ്ടം പ്രദർശിത പഥ, ഭഗവാനാൽ കാണിച്ചു കൊടുക്കപ്പെട്ടതായിട്ടുള്ള വഴിയിലൂടെ വസുദേവര് ഈ കൃഷ്ണനാകുന്ന ഉണ്ണിയെ കയ്യിൽ ഏറ്റിക്കൊണ്ട് സഞ്ചരിച്ചു. പ്രതസ്ഥേ, യാത്ര തിരിച്ചു. അല്ലയോ ഈശ്വര, ഈശ, സഹ അയം, അപ്രകാരമുള്ള അവിടുന്ന് മേ രോഗവേഗാൻ നാശയ, എൻ്റെ ഈ കഠിനമാകുന്ന രോഗം, അതിൻ്റെ രോഗകാഠിന്യത്തെ നശിപ്പിച്ചാലും. വേഗത്തിൽ രോഗം ഇങ്ങനെ വളരും, വാതരോഗം അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അങ്ങനെ വേദനിക്കും നല്ലോണേ. അപ്പോൾ ആ വേദനയെ തീർത്തും ഇല്ലാണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു എന്ന് സാരം. ഇങ്ങനെ ദശകം അവിടെ അവസാനിപ്പിക്കുകയാണ്. ശേഷേണ ഭൂരി ഭണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമഃ പ്രദസ്ഥേ സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ഇനി അടുത്ത ദശകത്തിലെ 39ാമത്തെ ദശകം ഗോകുല യാത്രാവർണ്ണനാണ്. അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.